أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا رأيتهم تعجبك أجسامهم وإن يقولوا تسمع لقولهم كأنهم خشب مسندة يحسبون كل صيحة عليهم هم العدو فاحذرهم قاتلهم الله أنى يؤفكون. وإذا قيل لهم تعالوا يستغفر لكم رسول الله لووا رؤوسهم ورأيتهم يصدون وهم مستكبرون سواء عليهم أستغفرت لهم أم لم تستغفر لهم لن يغفر الله لهم إن الله لا يهدي القوم الفاسقين. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുനാഫിഖൂൻ അതിൻ്റെ 4, 5, 6, 3 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും വഇൻ യഖൂലൂ തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശബും മുസന്നദ. വഇദാ റഅയ്തഹും, നീ അവരെ കണ്ടാൽ, തുഅജിബുക, നിന്നെ അത്ഭുതപ്പെടുത്തും, ആശ്ചര്യപ്പെടുത്തും, അജ്സാമുഹും, അവരുടെ ശരീരം അഥവാ അവരുടെ ആകാരം. നീ അവരെ കണ്ടാൽ അവരുടെ ആകാരം നിന്നെ അത്ഭുതപ്പെടുത്തും. വൈ യഖൂലു, ഇനി നീ അവരോട് സംസാരിച്ചാലോ, തസ്മഅ ലിഖൗലിഹിം, അവരുടെ വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേട്ടുപോകും. അവരോട് നീ സംസാരിച്ചാൽ അവരുടെ സംസാരം, അവരുടെ വാക്കുകൾ നീ ശ്രദ്ധിച്ച് കേട്ടുപോകും. കഅന്നഹും ഖുശ്ബുൻ മുസന്നദ. കഅന്നഹും ഖുശ്ബുൻ, അവർ മരത്തടി പോലെയാണ്. മുസന്നദത്തുൻ, ചാരി വെക്കപ്പെട്ട, അവർ ചാരി വെക്കപ്പെട്ട മരത്തടി പോലെയാണ്. യഹ്സബൂന, അവർ വിചാരിക്കും, കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദവും അവർക്കെതിരാണ് എന്ന്. എല്ലാ ശബ്ദവും അവർക്കെതിരാണ് എന്നാണ് അവർ വിചാരിക്കുക. ഹുമുൽ അദുവ്വു, അവർ തന്നെയാണ് ശത്രുക്കൾ, അവരാണ് ശത്രുക്കൾ. ഫഹ്ദർഹും, നീ അവരെ പേടിക്കണം, അല്ലെങ്കിൽ അവരെ നീ സൂക്ഷിക്കണം. ഖാത്തലഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അന്നാ യുഫകൂൻ, എങ്ങോട്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത്? അള്ളാഹു അവരെ ശപിച്ചിട്ടുണ്ട്, ഇനി എങ്ങോട്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത്? വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, അഥവാ അവരോട് ആരെങ്കിലും പറഞ്ഞാൽ, താലോ, നിങ്ങൾ വരിക എന്ന്, നിങ്ങൾ വരൂ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിക്കൊള്ളും. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചാൽ, ലവ്വൗ റൂസഹും, അവരുടെ തല അവർ തിരിച്ചു കളയും. ലവ്വൗ റൂസഹും, അവരുടെ തലകൾ അവർ തിരിച്ചു കളയും. യസുദ്ദൂന, അവർ ധിക്കാരത്തോട് കൂടിയിട്ട്, യസുദ്ദൂന, അവർ ധിക്കാരത്തോടു കൂടി, വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരികളാണ്. അവർ അഹങ്കാരികളാണ്, അഹങ്കാരത്തോടു കൂടി അവർ മുഖം തിരിച്ചു കളയും. സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ സമമാണ്. അസ്തഗ്ഫർത ലഹും, നീ അവർക്ക് വേണ്ടി പശ്ചാത്താപത്തിന് വേണ്ടി അപേക്ഷിച്ചാലും, പാപമോചനത്തിന് വേണ്ടിയിട്ട് തേടിയാലും, അം ലം തസ്തഗ്ഫിർ ലഹും, അല്ലെങ്കിൽ നീ അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയിട്ടില്ലെങ്കിലും, നീ അവർക്ക് പാപമോചനം തേടിയാലും തേടിയില്ലെങ്കിലും സമമാണ് അവരുടെ കാര്യത്തിൽ. ലൻ യസ്തഗ്ഫിറല്ലാഹു ലഹും,
അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അള്ളാഹു അവർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ലയ്യസ് ജഗഫർ അള്ളാഹുലോ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അള്ളാഹു ധിക്കാരികളായ ആളുകളെ ഒരിക്കലും തന്നെ ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല. ഈ 3 ആയത്തുകളും അതിന് മുമ്പ് പറഞ്ഞ ആയത്തുമായി അടുത്ത് നിൽക്കുന്നതാണ്. അഥവാ മുനാഫിക്കുകളുടെ കാര്യമാണ് ഇവിടെയും പറയുന്നത്. അവർ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഭാഗത്തും അവരുടെ ഭാഗത്തുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ സീൽ വെക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരിനി ഒന്നും ഗ്രഹിക്കൂല എന്നും പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരുടെ രീതി ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. വൈദാറ ഐതഹും ത്വജിബുക അജ്സാമഹും വയ്യഖൂലു തസ്മഅ ലിഖൗലി. അവരെ കണ്ടാൽ, അവരുടെ ആകാരം കണ്ടാൽ, അവരുടെ ശരീരപ്രകൃതി കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നു. അവരോടെങ്ങനെ സംസാരിച്ചാലോ ശ്രദ്ധിച്ച് കേട്ടുപോകും. ആ തരത്തിലേക്കും അവരുടെ രീതി. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മുനാഫിക്കുകളുടെ നേതാക്കൾ അബ്ദുല്ലാഹിബിന് ഉബയ്യ്, അതുപോലെ തന്നെ മുഗൈറത്ത് ബിന് ഖൈസ്, വജ്ദ് ബിന് ഖൈസ്, ഈ 3 മുനാഫിക്കുകളും അവരെ പറ്റി പറയുന്നത് വളരെ രൂപഭംഗിയുള്ള ആളുകളായിരുന്നു. ആരും ആകർഷിക്കുന്ന വ്യക്തിത്വം ആയിരുന്നു അവർ. പ്രത്യേകിച്ച് ഉബയ്യിബിന് സുലൂൽ, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് എന്ന് പറയുന്ന ആൾ കുറേ കൂടി നല്ല ആകാര സൗഷ്ഠവമുള്ള നല്ല ഭംഗിയുള്ള ആളായിരുന്നു. അതേപോലെ തന്നെ അവരോട് സംസാരിച്ചാലോ ശ്രദ്ധിച്ച് കേട്ടുപോകും. അവർ പറയുന്നത് ശരി തന്നെയെന്ന് തോന്നും. പ്രത്യേകിച്ച് ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നീ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞങ്ങൾക്കറിയാം, അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പം അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിയ വാക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആദ്യഘട്ടത്തിൽ വിചാരിച്ചത്. ആ നിലക്ക് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്, അതേപോലെ മറ്റ് 2 പേർക്കും. പക്ഷേ അതേസമയം അവരെപ്പറ്റി ഖുർആൻ പറയാണ് കാന്നഹും ഖുശ്ബും മുസന്നദ, അവർ ചാരി വെക്കപ്പെട്ട മരത്തടിയാണ്. ഇത് പല അർത്ഥത്തിലും വ്യാഖ്യാതാക്കൾ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അവരെന്ന് പറഞ്ഞാൽ ചാരി വെക്ക മരത്തടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചാരി വെക്കുമല്ലോ. ആ ചാരി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം മേലോട്ടാണെങ്കിലും മറ്റേ ഭാഗം താഴോട്ടായിരിക്കും. തിരിച്ചാണ് ചാരി വെച്ചാൽ ഒരു ഭാഗം വലത്തോട്ടാണെങ്കിൽ മറ്റേ ഭാഗം ഇടത്തോട്ടായിരിക്കും. ഇത് തന്നെയാണ് അവരുടെ രീതിയും. അവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടെന്ന് പറയും, മറ്റേ ഭാഗത്ത് കൊണ്ടുവന്ന് വരും. ഒരു ഭാഗം മുസ്ലിങ്ങളുടെ ഭാഗത്തേക്കും ഒരു ഭാഗം ധിക്കാരികളായ ആളുകളുടെ ഭാഗത്തേക്കും. മറ്റൊന്ന്, ഇവരുടെ ഒരു ഉപകാരമില്ല എന്നുള്ളതാണ്. ഒരു മരത്തടി ചാരി വെക്കുന്നിടത്തോളം കാലം ഒരു ഉപകാരമില്ല. അത് പണിത്തരമായിട്ട് വീടിൻ്റെ മുകളിൽ വെക്കുകയാണെന്ന് വിചാരിച്ചാൽ ജനലായിട്ടോ കട്ടിലായിട്ടോ അതുപോലെ തന്നെ വാതിലായിട്ടോ ഒക്കെ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചാൽ അത് ഉപകാരപ്പെടും. അതേസമയം ഒന്നിനും പറ്റാത്ത പോലത്തിൽ ചാരി വെച്ചാലോ ആ ചാരി വെച്ച് കൊടുത്താൽ അത് ദ്രവിച്ചു പോവുക മാത്രമേ അതിനുണ്ടാവുള്ളൂ. വേറൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല എന്നർത്ഥം. ഒരു ഫലവും ഉണ്ടാവില്ല എന്നതാണ്. അപ്പോൾ ആ തരത്തിൽ ഒന്നിനും പറ്റാത്ത ഒരു രീതിയിലാണ് അവരെന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹി, എല്ലാ ശബ്ദം കേട്ടാലും, എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലും അപ്പുറം ആ സമയത്ത് അവർക്ക് ഞങ്ങളെ പറ്റിയാണെന്ന് തോന്നും. മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചാൽ അത് തങ്ങളെ പറ്റിയാണെന്ന് ആലോചിച്ചിട്ട് അവർ പലപ്പോഴും ബഹളം ഉണ്ടാക്കുക വരെ ചെയ്തിട്ടുണ്ട്. അവർ ചെവി വെച്ച് നോക്കാറുണ്ട്, മറ്റുള്ള ആൾക്കാരെ പറഞ്ഞേക്കാറുണ്ട്. കൊല്ല സ്വൈഹത്തിന് അലൈഹിം, എല്ലാ ശബ്ദവും അവർക്കെതിരാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് എന്ത് സംഗതി കേട്ടാലും തങ്ങളുടെ കള്ളി വെളിച്ചത്താകുന്നു, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരിക്കും ഞങ്ങൾ കാഫിറുടെ കൂട്ടത്തിലാണ് എന്നുള്ള വിവരം പറഞ്ഞു കൊടുക്കണ്ടോ എന്നുള്ളതിനെ പറ്റി ആ ഒരു ബേജാറിൽ തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വ്, അവർ ശത്രുക്കളാണെന്ന് അവരെ സൂക്ഷിക്കണം. ഫഹ്ദർഹും, അവരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒരു രഹസ്യവും അവരുമായി പങ്കുവെക്കരുത്. അവരുടെ പുറത്ത് കാണുന്ന ആകാരത്തിലോ അതുപോലെ തന്നെ സംസാര സൗഷ്ഠവത്തിലോ ഒന്നും ഒരിക്കലും തന്നെ വഞ്ചിതരാവരുത്.
അവർ നിങ്ങളുടെ ഭാഗത്തുള്ളതല്ല, അവർ ശത്രുക്കളാണ്. മുനാഫിക്കുകൾ ശത്രുക്കളാണ് എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞു കൊടുക്കുക. രണ്ട് ഭാഗത്തും രണ്ട് തോണിയിൽ കാലിടുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാം. ആ രൂപത്തിലുള്ള ആൾക്കാരെ അതുകൊണ്ട് ഫഹദർഹും, അവരെ സൂക്ഷിക്കണം. ഖാത്തലഹുമുള്ള, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അന്നാ യൂഫക്കുൻ, എങ്ങോട്ടാണ് അവർ തിരിഞ്ഞു പോകുന്നത്? എന്നാൽ അവരുടെ ആ പോക്ക് ശരിയല്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കരുത് എന്നാണ്. ഇനി അവരുടെ ഒരു സ്വഭാവം കൂടി പറയാം. വൈദാ ഖൈലലഹും തആലൗ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തെ തേടും, അതുകൊണ്ട് നിങ്ങൾ വാ എന്നവരോട് പറഞ്ഞാലോ ലബ്ബോ റൂസവും, അവരുടെ തല അവർ വെട്ടിച്ചെറിയും. ഇത് ഉഹദ് യുദ്ധം നടന്ന സമയത്ത് ഒരു വലിയ ജനക്കൂട്ടത്തിനൊപ്പം തിരിച്ചെത്തിയ അബ്ദുല്ലാഹിബ്നു ഉബയ്യിനെ മുസ്ലിങ്ങൾ കുറ്റപ്പെടുത്തുകയും ശപിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പ്രവാചകനെ സമീപിച്ചോളൂ, എന്നിട്ട് പാപമോചനം നടത്തിക്കോളി. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും പറഞ്ഞു, പാപമോചനം തേടിക്കോളി, എന്നാൽ ശരിയാവും, ബാക്കിയൊക്കെ പ്രവാചകൻ തേടിക്കോളൂ അള്ളാഹുവിനോട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം തല വെട്ടിച്ചുകൊണ്ട് പോവുക ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ഒരു സംഗതിയെ വേണ്ട, ഞാൻ അങ്ങനെ പാപമോചനത്തിന് അപേക്ഷിക്കുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. വറായിത്തവും യസുദ്ദൂനവഹും മുസ്തക്ബിറുൻ, അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്നത് നിനക്ക് അവരെ കാണാം. ആ കാഴ്ച ഇന്നത്തെ കാലത്തും ഉണ്ടാകാം. അന്ന് ഒരാളെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോകില്ല എന്നും എനിക്ക് വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിക്കേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഉബയ്യ് പോയിരുന്നത്. ഈ ഒരു ലക്ഷണം ആരിൽ കാണുന്നുണ്ടോ അയാൾ ഇതേ രൂപത്തിൽ മുനാഫിക്കിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കുമെന്നാണ് സൂചന. സവാഉൻ അലൈഹിം, എന്നാൽ അവരോടുള്ള സമീപനം എന്താ? സവാഉൻ അലൈഹിം അസ്തഗ്ഫർ ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിർ അല്ലാഹു ലഹും, അവർക്ക് വേണ്ടി പാപമോചനം നടത്തിയിട്ട് ഒരു കാര്യമില്ല. പാപമോചനം നടത്തിയാലും കാര്യമില്ല, നടത്തിയില്ലെങ്കിലും കാര്യമില്ല. ഒരിക്കലും തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അള്ളാഹു ദുർമാർഗികളായ ആളുകളെ ഒരിക്കലും തന്നെ ഹിദായത്തിലേക്ക് ആക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു രീതിയാണ് പറഞ്ഞത്, ചാരി വെച്ച മരത്തടിയുടെ ഒരു രൂപത്തിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളായ, അഹങ്കാരികളായ, കപടവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് വേണ്ടി ആരും തേടിയിട്ടും ഒരു കാര്യമില്ല. പ്രവാചകൻ തേടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം തേടിയിട്ടും കാര്യമില്ല. ഇനി പറഞ്ഞ് അങ്ങോട്ട് ആരൊക്കെ പ്രാർത്ഥിച്ചാലും തിരക്കില്ല, അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ ഹൃദയത്തിലാണ് വിശ്വാസത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, പുറത്തല്ല. കാഴ്ചയിൽ നല്ലൊരു വിശ്വാസിയാണ് എന്ന് തോന്നിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ദൗത്യത്തെ അംഗീകരിക്കുകയും അതിൻ്റെ പ്രയോക്താക്കളാക്കി മാറുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ. യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു വരുള്ളൂ. യഥാർത്ഥ വിശ്വാസികളെ സ്വർഗം കിട്ടുള്ളൂ. അത്തരം വിശ്വാസികൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.